ക്യാൻസറിന്റെ വേദനയെ കൃഷിയിലൂടെ മറികടന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഇനി. ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശി കാണത്തിൽ രാജു ദിവാകരന്റെ ജീവിതകഥ. ബ്ലഡ് ക്യാൻസറിന്റെ വേദനയും നീണ്ട കീമോതെറാപ്പിയുടെ ക്ഷീണവും പിന്നിലാക്കി ഇന്ന് ഏലത്തിന്റെ സുഗന്ധത്തിൽ ജീവിതം വീണ്ടും പടുത്തുയർത്തുകയാണ് അദ്ദേഹം. 2019 രാജു ദിവാകരന് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. തുടർച്ചയായ കീമോതെറാപ്പി ചികിത്സകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ജീവിതത്തെ ഏറെ തളർത്തി. എന്നാൽ രോഗം തന്റെ മനോധൈര്യം കവർന്നെടുക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. ചികിത്സകൾക്ക് ശേഷം വെറുതെ ഇരുന്നില്ല. ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി കൃഷിയായിരുന്നു. ആരംഭം വെറും 50 സെന്റ് സ്ഥലത്ത് ഏലം കൃഷിയിലൂടെയായിരുന്നു. പലരും കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് വിലയിരുത്തിയ സി സോണിലെ ഭൂമിയിലായിരുന്നു പരീക്ഷണം. എന്നാൽ ആത്മവിശ്വാസവും ശാസ്ത്രീയ കൃഷിരീതികളും ആ പരീക്ഷണത്തെ വൻ വിജയമാക്കി. ഇന്ന് അദ്ദേഹത്തിന്റെ ഏലം കൃഷി 4.5 ഏക്കറിലേക്ക് വളർന്നു. ഈ യാത്രയിൽ ഭാര്യ സരസയും ഒപ്പമുണ്ട്. ഞള്ളാനി ഇനത്തിൽപ്പെട്ട ഏലത്തൈകളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും ജൈവസൗഹൃദ സമീപനമാണ് ഇവർ പിന്തുടരുന്നത്. പുതയിടൽ, ഷെയ്ഡ് റെഗുലേഷൻ, ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ, കൃത്യമായ ജലസേചനം, അഴുകൽ രോഗ നിയന്ത്രണം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. ഓരോ ഘട്ടവും ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്യുന്നതാണ് മികച്ച വിളവിന്റെ രഹസ്യമെന്ന് രാജു പറയുന്നു. അത് നമ്മൾ ആത്മധൈര്യം കൊണ്ട് മറികടന്നു. പിന്നെ RCCയിൽ പോയി ഒരു 4-5 വർഷത്തോളം ചികിത്സിക്കേണ്ടി വന്നു. അവരൊരു 10-12 ഹീമയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സുഖമില്ലാന്ന് ഓർത്ത് വീട്ടിലിരിക്കണ്ട, അത് ശരിയാകുകയെന്നുകൊണ്ട് അതുകൊണ്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങി തൊഴിലാളികളോട് കൂടിയും അല്ലാതെയും ഒക്കെ നമ്മൾ ഈ രംഗത്ത് പിന്നെ വ്യാപകമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. ക്യാൻസറിനെ തോൽപ്പിച്ചത് മരുന്നുകൾ മാത്രമായിരുന്നില്ല. മണ്ണിനോടുള്ള സ്നേഹവും അധ്വാനവും ആത്മവിശ്വാസവും കൂടിയായിരുന്നു. രോഗത്തിന്റെ ഇരുണ്ട ദിനങ്ങളിൽ നിന്ന് പ്രതീക്ഷയുടെ പച്ചപ്പിലേക്ക് നടന്നുകയറിയ രാജു ദിവാകരന്റെ ജീവിതം ഇന്ന് നിരവധി രോഗികൾക്കും കർഷകർക്കും ഒരുപോലെ പ്രചോദനമാണ്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.